പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിയ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. ഒരു ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾ ഇരുവിഭാഗവും അവസാനിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലാണ് നിർണായകമായത്. ലബനോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനുമായുള്ള ബന്ധം തുടർന്നാൽ ലബനോന് ഭാവിയില്ലെന്ന് അമേരിക്കയിലെ ഇസ്രായേൽ നയതന്ത്ര പ്രതിനിധി യഹിയേൽ ലെറ്റർ പറഞ്ഞു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു കൊട്ടാരക്കര, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ ഒരു താൽക്കാലിക ആശ്വാസമുണ്ട്. എന്നാലും ഈ ലബനോനിലെ പ്രശ്നം അങ്ങനെ നിൽക്കുന്നു. ഈ സമീപത്തുള്ള പല കാര്യങ്ങളൊന്നുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പോൾ നിലവിലെ ഒരു അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് ഹാഷ്മി കൃഷ്ണ. നിലവിലെ അവസ്ഥ താൽക്കാലികമായിട്ട് ഇത് നിർത്തി എന്ന് പറയാം. ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് നേരെ നടത്തി വന്ന ആക്രമണങ്ങൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു എന്നാണ്. എന്നാൽ അവരൊരു കാര്യം പറയുന്നുണ്ട്, ലെബനനിലോ അല്ലെങ്കിൽ ഇറാന്റെ മണ്ണിലോ ഇസ്രായേൽ വീണ്ടും ഒരു ആക്രമണം നടത്തിയാൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നാണ് പറയുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഇറാൻ ഇനി ഒരു തെറ്റ് ആവർത്തിക്കില്ല, ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുകയൊക്കെ ചെയ്താൽ പിന്നെ അത് ഈ നയതന്ത്ര ചർച്ചകളെയെല്ലാം അതിന്റെ ഗതി തന്നെ മാറ്റുമെന്നാണ് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇനി ആക്രമിച്ചാൽ വളരെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലെബനനിലെ ഈ ഹിസ്ബുള്ളക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നുള്ള ഒരു സംശയം ബാക്കി നിർത്തുന്നുണ്ട് ഈ പ്രസ്താവനകൾ. ഇറാനുമായിട്ടുള്ള പൂർണ്ണമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചില്ലെങ്കിൽ ലെബനൻ ഇനി ഒരു ഭാവി ഉണ്ടായിരിക്കില്ലെന്ന് ഇന്ന് ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുമ്പോൾ ഇസ്രായേൽ അംബാസഡർ യഹിയേൽ ലെറ്റർ പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളെ ലെബനനുമായിട്ട് കൂട്ടിച്ചേർക്കാനാണ് എല്ലാ കാലത്തും ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്നാൽ ഈ ചർച്ചകൾക്ക് ലെബനനിലെ സാഹചര്യവുമായി ഒരു ബന്ധവുമില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനെ ബാധിക്കുന്ന വിഷയമല്ല, ഇറാൻ അതിലൊന്നും ഇടപെടേണ്ടതില്ലെന്നാണ് ഈ അംബാസഡർ പറയുന്നത്. അതേസമയം ഇസ്രായേലിന് ഒരു ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നെതന്യാഹുവുമായിട്ട് അത്ര നല്ല രസത്തിലല്ല ഈ ടെലിഫോൺ സംഭാഷണം അവസാനിപ്പിച്ചത്. ട്രംപ് പറയുന്നത് ഇനി അങ്ങ് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്താൽ മതി. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഈ ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക അറിഞ്ഞത് അവസാന നിമിഷമായിരുന്നു. അത് മാത്രമല്ല 2 ആഴ്ചക്കുള്ളിൽ ഇറാനുമേൽ ഒരു സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്നും ട്രംപ് പറയുന്നു. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ തുടരുകയാണ്, അമേരിക്ക ആവശ്യപ്പെട്ടതെല്ലാം തയ്യാറാണ് അവർക്ക് നൽകാൻ. അത് മാത്രമല്ല ആണവായുധം നിർമ്മിക്കില്ലെന്നുള്ള ഉറപ്പ് അവർ നൽകിയതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ US ഇറാൻ നയതന്ത്ര ചർച്ചകളുടെ നിലവിലെ സാഹചര്യം അമീർ സിയാദ് ഇറാനി വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അതായത് ഇറാന്റെ പ്രതിനിധിയാണ്, പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്ന ഈ കരാറിന്റെ അന്തിമ രൂപരേഖ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊരു പൂർണ്ണമായിട്ട് ഒരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. എന്നാൽ ഈ ചർച്ചകൾ തുടർന്നു പോകുന്നുണ്ട്, നിർത്തിവെച്ചിട്ടില്ലെന്നാണ് അമീർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹാഷ്മി കൃഷ്ണ. മോചേട്ടാ, ഈ ആക്സിയോസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട് നിരന്തര വാർത്തകൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ടല്ലോ. അപ്പോൾ പോയ ദിവസം വാർത്ത പുറത്തുവിട്ടത് ഈ പറയുന്ന എന്താണ് ഈ ട്രംപ് നമ്മുടെ നെതന്യാഹുവിനെ വിളിച്ച് വളരെ PC ജോർജ് സ്റ്റൈലിൽ സംസാരിച്ചു എന്നുള്ളതായിരുന്നു. ഇന്നലെ അവർ പുറത്തുവിടുന്ന വാർത്ത ഇസ്രായേലിനെ വിളിച്ച് ഇറാനും മേലിന് ആക്രമണം നടത്തിപ്പോരുത് എന്ന താക്കീതിൽ ശകാരത്തിൽ ട്രംപ് പറഞ്ഞു എന്നുള്ളതാണ്. ഇസ്രായേലിന് സമാധാനം പോലും അത്ര കണ്ടം കൊണ്ട് താല്പര്യമില്ലെന്ന് തോന്നുന്നു മോചേട്ടാ. അങ്ങനെ തന്നെ പറയാം കാശ്മീർ. ആക്സിയോസിന് നൽകിയ അഭിമുഖത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഇസ്രായേലിനെതിരെയുള്ള തന്റെ കടുത്ത നിലപാട് പരസ്യമാക്കുന്നത്. പക്ഷേ ചില റിപ്പോർട്ടുകളിൽ കൂടെ നെതന്യാഹുവായിട്ടുള്ള സംസാരം അത്ര നല്ലതല്ല എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. തന്നെയല്ല, ഡൊണാൾഡ് ട്രംപ് വളരെ പ്രകോപിതനായിട്ടാണ് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ NBCയുമായിട്ടുള്ള അഭിമുഖത്തിൽ നിന്ന് മൈക്ക് വലിച്ചെറിഞ്ഞ് പുറത്തു പോവുകയൊക്കെ ചെയ്തിരുന്നു. അതിന്റെ കാരണം ഒരുപക്ഷെ ഈ നയതന്ത്ര ചർച്ചകളൊന്ന് കരയ്ക്കടുക്കുമ്പോഴാണ് ഇസ്രായേൽ പമ്മിയിരുന്ന് ഇറാനെ ആക്രമിച്ചത്. അത് ട്രംപിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ തമ്മിലുള്ള നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അലിയൻസ് ബന്ധം അവസാനിച്ചു തൽക്കാലത്തേക്കെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ലക്ഷ്മി കൃഷ്ണ. ഒരു വിധത്തിൽ എങ്ങനെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോ കയറി ആക്രമിക്കുക. അപ്പൊ ട്രംപ് പറഞ്ഞു ഇനിയിപ്പോ അത്രയ്ക്ക് നിങ്ങൾക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ യുദ്ധം ചെയ്തോളാം. വിളിച്ചിട്ട് വളരെ മോശമാക്കി ഉപയോഗിച്ചുള്ള വർത്തമാനം നടത്തുന്ന പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞുകൂടാ. അപ്പൊ അത് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയില്ലേടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ ഒരു സിനിമയിൽ കേട്ടിട്ടില്ലേ, വെറുത്ത് കുട്ടിശങ്കരനെ ഞാനോട് ഒരു ഇഷ്ടപ്പെടാൻ തുടങ്ങിയെന്ന്. നമ്മൾ സീന മുഹമ്മദ് പറയാ ഇപ്പൊ ട്രംപിനോട് നേരിയ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.